ശ്രീമുഖി സിദ്ധസൗഖ്യം സദാശിവസമാരംഭാം പുരാണാനാം ശങ്കരം ദേഹായ ദക്ഷിണാമൂർത്തേ. ബ്രതാജ്ഞയും രണ്ടാധ്യായം നാലാം ബ്രാഹ്മണം. യത്ര ഹി ദ്വൈതമിവ ഭവതി തദിതര ഇതരം ജിഘ്രതി തദിതര ഇതരം പശ്യതി തദിതര ഇതരം ശൃണോതി തദിതര ഇതരം അഭിവദതി തദിതര ഇതരം മനുതേ തദിതര ഇതരം വിജാനാതി അത്ര വാ അസ്യ സർവം ആത്മൈവ ഭൂത് തത്കേനകം ജിഘ്രയേത് തത്കേനകം പശ്യേത് തത്കേനകം ശൃണുയാത് തത്കേനകം അഭിവദേത് തത്കേനകം മന്യേത തത്കേനകം വിജാനീയാത് യേനേദം ശ്രമം വിജാനാതി തം കേന വിജാനീയാത് വിജ്ഞാതാരം അരേകേന വിജാനീയാതിരേ. യത്ര ഹി ദ്വൈതമിവ ഭവതി തദിതരം ജിഘ്രതി. ഏതൊരവസ്ഥയിലാണ് ദ്വൈതം ഇവ ഭവതി, അവിടെ വ്യവഹാരം, ദ്വൈതബോധമുള്ളിടത്ത് വ്യവഹാരം, അതാണ് ഇവിടെ പറയുന്നത്. വാക്ക്, മനസ്സ്, ശരീരം ഇവയുടെ പ്രവൃത്തികളെല്ലാം ദ്വൈതമിവ, ഇവിടെ പറഞ്ഞു ഭിന്നമിവ, ഭിന്നം പോലെ, പലതുപോലെയുള്ള അനുഭവമുള്ളത്. പരമാർത്ഥതോ അദ്വൈതേ ബ്രഹ്മണി, പരമാർത്ഥത്തിൽ ദ്വൈതമല്ല, ഇല്ലെങ്കിലും ദ്വൈതം പരമാർത്ഥത്തിലില്ലാത്തതുകൊണ്ട് അവിടെ ഏകശബ്ദം പ്രയോഗിച്ചു. തത്ര യസ്മാത് ദ്വൈതമിവ തസ്മാദേവ ഇതരോ അസൗ പരമാത്മനഃ. പരമാർത്ഥത്തിൽ ദ്വൈതം ഇല്ല, അവിടെ ദ്വൈതം ഇവ, ദ്വൈതം പോലെ ഉള്ള അനുഭവം അവിടെ വ്യവഹാരം സംഭവിക്കുന്നു.
അതാണ് ഇവിടെ ജിഘ്രതി, പശ്യതി, ശൃണോതി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞത്, പ്രവൃത്തികളെ ഇവിടെ കാണിച്ചത്. എത്ര ബ്രഹ്മവിദ്യ അവിദ്യ നാശോപഗമിത. ഈ ആത്മബോധം കൊണ്ട് ആ ദ്വൈതബോധം നശിച്ചു കഴിഞ്ഞാൽ അവിദ്യാനാശം തത്രാത്മവ്യതിരേകേണ അന്യസ്യഭാവ. അവിടെ ആത്മവ്യതിരിക്തമായി തന്നെ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല. അവിടെ വ്യവഹാരവുമില്ല. കൈവല്യാവസ്ഥ ആസ്ഥായ അസജ്ഞാഭാവവചനം ഇത്യുക്ത്വാ എപ്പോഴാണോ അവിദ്യ നശിക്കുന്നത് ഇവിടെ സജ്ഞാഭാവവചനം, അവിടെ ദ്വൈതബോധമേ ഇല്ല. അത് രണ്ടും കൂടി സംഭവിക്കത്തില്ലല്ലോ. വെളിച്ചവും അതിന് തുല്യമായി തന്നെ ഇരുളും, അത് രണ്ടും കൂടി സംഭവിക്കത്തില്ല. ആത്മബോധം വെളിച്ചത്തിന്റെ സ്ഥാനത്ത്, അതേ സ്ഥാനത്ത് അതുപോലെ ഇരുളെങ്ങനെയിരിക്കും? ഇരുളിന്റെ അനുഭവം ഉണ്ടാകത്തില്ല. അതാണ് ദ്വൈതബോധമില്ല എന്ന് പറയുന്നത്. മറിച്ചാണെങ്കിൽ പറയുന്നു എത്രയൊക്കെ അവിദ്യാവസ്ഥയാം അന്യോ അന്യം പശ്യതി. അവിദ്യാവസ്ഥയിൽ, അവിദ്യാവസ്ഥ എന്ന് പറയുമ്പോൾ മുഖ്യമായി ഈ ജാഗ്രതയാണ്. ഈ ജാഗ്രത അവസ്ഥയിൽ സർവജീവ സാധാരണമായിരിക്കുന്ന ജാഗ്രത അവസ്ഥ, അതാണ് അവിദ്യാവസ്ഥ. അല്ല, പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒരു അവസ്ഥയുടെ ആവശ്യമില്ല. സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവിദ്യാവസ്ഥ. പിന്നെ സ്വപ്നമെന്നും പറയാം. പക്ഷെ സ്വപ്നം ഇപ്പോൾ നമ്മുടെ കൈവശമില്ല. ഇപ്പോൾ അത് ജാഗ്രതാണ്. അവിടെ എന്താണ് അന്യോ അന്യം പശ്യതി ഭാഷ്യകാരൻ പറയുന്നു. അവിടെ ഒരുവൻ മറ്റൊരുവനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അറിവും അതിനനുസരിച്ചുള്ള വ്യവഹാരങ്ങളും സംഭവിക്കുന്നു. തത്രാവി ഏനൈദം സർവം വിജാനാതി തം കേന വിജാനീയ. ഈ അവസ്ഥയിലും, കാരണം ഇവിടെ പറഞ്ഞു ദ്വൈതം ഇവ എന്ന് പറഞ്ഞു. ആ ദ്വൈതം ഇവ എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? പരമാർത്ഥത്തിൽ ദ്വൈതവും നിലനിൽക്കുന്നോ? ഇല്ല എന്ന് പറയുന്നു. ഈ അവിദ്യാവസ്ഥയിൽ, ഈ ജാഗ്രത്തിൽ ഈ ഭേദബുദ്ധി നിലനിൽക്കുന്ന സമയത്തും തത്രാവിയേനൈദം സർവം വിജാനാതി, ഏതൊരുവനാണോ ഇതെല്ലാം അറിയുന്നത്, ഏതൊരറിവിലാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത്, ഏനൈദം സർവം വിജാനാതി തം കേന വിജാനീയ, ആ അറിവിനെ കേന വിജാനീയ, അറിയുന്നതിനുള്ള ഉപായം എന്താണ്? ആരാണ് അറിയുന്നത്? അതിനറിയേണ്ട കാരണം എന്താണ്? അത് ഏന കേന എന്ന് പ്രയോഗിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ അറിയുന്നതിനെപ്പോഴും കർണങ്ങൾ ആവശ്യമാണ്. മനസ്സ് വേണം, ഇന്ദ്രിയങ്ങൾ വേണം, പ്രവൃത്തിക്ക് കർണങ്ങൾ ആവശ്യമാണ്. കർമ്മേന്ദ്രിയങ്ങൾ പ്രവൃത്തിക്ക് ആവശ്യമാണ്, ശരീരം ആവശ്യമാണ്. അതിനെയാണ് എപ്പോഴും ഏനക്കേന ശബ്ദം കൊണ്ട് പറയുന്നു. കർണത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൃതീയ വിഭക്തി ഉപയോഗിക്കുന്നത്. ഇവിടെ വ്യവഹാരം നടക്കുന്നിടത്ത്, അറിയുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നിടത്ത് അതിനൊരു കർണമുണ്ടായി, ഉപകരണം എന്നും പറയാം. പക്ഷെ ആ ഉപകരണത്തെ ആശ്രയിച്ച് വ്യവഹാരം നടക്കുന്നു. ഓരോ വ്യവഹാരത്തിനും പ്രത്യേകം പ്രത്യേകം കർണങ്ങൾ. കാണുന്നതിന് കണ്ണ്, കേൾക്കുന്നതിന് ചെവി, ഇങ്ങനെ ചിന്തിക്കുന്നതിന് മനസ്സ്. പക്ഷെ ആ കർണങ്ങൾക്ക് പിന്നിലുള്ള
അതിനാണല്ലോ പറയുന്നത് ഏന. ആ കർണങ്ങളുടെ കർണസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. ആ കർണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവൻ. ഈ കർണങ്ങൾക്ക് ആരാണോ ചൈതന്യത്തെ കൊടുക്കുന്നത് അവനെ ഏന ഇതം സർവം വിജാനാദി തം അവനെ കേന വിജാനിയാ ഏന വിജാനാദി തസ്യ കർണസ്യ വിജ്ഞേയേ വിനിയുക്തത്വ. അറിയുന്നതിന് ആരുണ്ട്? ഈ കർണങ്ങൾ ഉപയോഗിച്ച് സർവത്തെയും ഗ്രഹിക്കുന്നവനെ എന്നുവെച്ചാൽ തന്നെ തന്നെ താനാണല്ലോ ഈ കർണങ്ങൾ ഉപയോഗിച്ച് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും എല്ലാം ചെയ്യുന്നത് താനാണ്. തന്നെ ആരറിയും? ഈ കർണങ്ങൾ കൊണ്ടറിയാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ട്? തസ്യ കർണസ്യ വിജ്ഞേയേ വിനിയുക്തത്വ. കാരണം ജ്ഞേയമായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. വിജ്ഞേയമായതിൽ വിനിയുക്തമായിരിക്കും എന്നുവെച്ചാൽ അതിന് അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. കർണങ്ങളെല്ലാം അതാത് വിഷയങ്ങളിൽ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. വിജ്ഞേയമായവ, അറിയേണ്ടവ, അറിവിന് വിഷയമാകുന്നവ, അവയിൽ ഈ കർണങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ കർണങ്ങളെ ഉപയോഗിക്കുന്നവൻ, കർണങ്ങൾക്ക് പിന്നിലുള്ളവൻ, ഈ കർണങ്ങൾക്കറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് വിജ്ഞേയനല്ല. അവന് സ്വയം അറിയാൻ കഴിയുമോ? അത് സാധ്യമല്ല. ജ്ഞാതുശ്ച ജ്ഞേയേവ ഹി ജിജ്ഞാസ നാത്മനി. കർണങ്ങൾ ഉപയോഗിച്ച് സർവത്തെയും അറിയുന്നു. കണ്ണുകൊണ്ട് കാണുന്നു, ചെവികൊണ്ട് കേൾക്കുന്നു, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. ഇവിടെയൊക്കെ അറിയുന്ന ഒരുവനുണ്ടല്ലോ, അവൻ ഈ കർണമല്ലല്ലോ. കണ്ണുകൊണ്ട് കാണുന്നവൻ കണ്ണല്ല. അവനാണ് പറയുന്നത് കാണുന്നവൻ. കാണുന്നതിന് വേണ്ടി അവൻ കണ്ണിന് ഉപയോഗിച്ചു. അവനെ പറയാം ജ്ഞാത. ആരാണ് താൻ? ഞാൻ തന്നെ, അറിയുന്നവനായ താൻ തന്നെ. അവനെന്തുകൊണ്ട് സ്വയം അറിഞ്ഞുകൂടാ? അവനെങ്ങനെയാണോ ഈ കർണങ്ങൾ ഉപയോഗിച്ച് ബാഹ്യമായ വിഷയങ്ങളെ അറിയുന്നത്, അതുപോലെ അവൻ ഈ കർണങ്ങൾ ഉപയോഗിച്ച് എന്തുകൊണ്ട് തന്നെ അറിഞ്ഞുകൂടാ എന്നാ? അങ്ങനെ സംഭവിക്കാം. ഒരു ദീപം കൊണ്ട് തന്റെ ചുറ്റുമുള്ള ഇരുട്ടിനെ മാറ്റി ആ വസ്തുക്കളെ അറിയും. തന്നിലുള്ള ഇരുട്ടിനെ മാറ്റി തന്നെ അറിയുന്നുണ്ടല്ലോ തന്റെ ശരീരത്തെ. ദീപം ഒരു കർണമാണ്. അതുപോലെ ഈ കർണങ്ങൾ ഉപയോഗിച്ച് ഈ അറിയുന്നവൻ, ജ്ഞാതാവ്, എന്തുകൊണ്ട് തന്നെ അറിഞ്ഞുകൂടാ? അറിയില്ല. ഒരു കാരണം പറഞ്ഞു. എന്താണ്? അതിന്റെ പ്രവൃത്തി വിജ്ഞേയമായതിലാണ്, അറിയേണ്ടതിലാണ് അതിന്റെ പ്രവൃത്തികൾ. ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളാണ് ഇവിടെ വിജ്ഞേയങ്ങളായിരിക്കുന്നത്. അതിലാണ് കർണങ്ങളുടെ പ്രവൃത്തി. ഇനി ഈ കർണങ്ങൾ ഉപയോഗിക്കുന്നവനോ ജ്ഞാതാവ്, അവനും ജ്ഞേയേവ ഹി ജിജ്ഞാസ. അവനും ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം എന്തിന്? ജ്ഞേയമായവയിലാണ്, അറിയേണ്ടവയിലാണ്. എന്നുവെച്ചാൽ വിഷയങ്ങളെയാണ് അവൻ അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നത്. ജ്ഞാതാവ് തന്നിൽ അവനൊരിക്കലും ജിജ്ഞാസ ഉണ്ടാകുന്നില്ല. ഒരിക്കലും ജ്ഞാതാവിന്, അതായത് ഈ കർണങ്ങൾ ഉപയോഗിച്ച് സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവന് ഒരിക്കലും തന്നെ സംബന്ധിച്ച് ജിജ്ഞാസ ഉണ്ടാകുന്നില്ല. തന്നെ അറിയുന്നതിനുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നില്ല. പറയുന്ന ആത്മനി, സ്വസ്വരൂപത്തിൽ, ജ്ഞാതൃസ്വരൂപത്തിൽ ഒരിക്കലും ജിജ്ഞാസ ഉണ്ടാകുന്നില്ല, അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നില്ല. അതൊരു ഉദാഹരണത്തിലൂടെ പറയുന്നു. എന്നുവെച്ചാൽ അഗ്നിരേവ ആത്മനോ വിഷയോ അഗ്നി
എന്നുവെച്ചാൽ അഗ്നിരിവ ആത്മാത്മന വിഷയവും അഗ്നിയെപ്പോലെ ഒരു ഉദാഹരണം പറയും. അഗ്നിക്കൊരിക്കലും അഗ്നിയെ അറിയുന്നതിനുള്ള ജിജ്ഞാസ ഉണ്ടാകത്തില്ല. അഗ്നി ഒരിക്കലും അഗ്നിയെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ജിജ്ഞാസ അഗ്നിയിലുണ്ടാകത്തില്ല. അഗ്നി ജഡമായ ഒരു വസ്തുവാണ്, അതിന് ജിജ്ഞാസ ഉണ്ടാകത്തില്ലെന്ന് പറയാം. എന്നാൽ അഗ്നി ഒരിക്കലും സ്വയം തന്നെ പ്രകാശിപ്പിക്കുന്നതിന് ഉള്ളൊരു വ്യാപാരം, ഒരു ക്രിയ അതീ സംഭവിക്കത്തില്ല. അഗ്നിയിലൊരു പ്രവൃത്തിയുണ്ടല്ലോ, ആ പ്രവൃത്തിയാണ് നമ്മൾ പറയുക പ്രകാശിക്കുക, പ്രകാശിപ്പിക്കുക. പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് അന്യവസ്തുക്കൾ. തന്നിൽ അങ്ങനെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന അഗ്നി സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അതതിന്റെ സ്വഭാവമാണ്. അഗ്നിയുടെ സ്വഭാവമാണ് അത് സ്വയം പ്രകാശിക്കുക എന്നുള്ളത്. അതുപോലെ ആത്മാവിന് നമ്മൾ സാറിന് പറയും ആത്മജിജ്ഞാസ, അഥാതു ബ്രഹ്മജിജ്ഞാസ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ. ആത്മാവിനെ കുറിച്ചുള്ള ജിജ്ഞാസ എന്നാണ്. അതിനെ സ്ഥൂലമായി പറയുന്ന കാര്യങ്ങളാണ്. ആത്മാവ് ഒരിക്കലും ജിജ്ഞാസ ഉണ്ടാകത്തില്ല. അത് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇവിടെ പറയുന്നത്? ആത്മാവിനെ ഒരിക്കലും അറിയാൻ കഴിയില്ല, ആത്മാവിനൊരിക്കലും ജിജ്ഞാസ ഉണ്ടാകത്തില്ല. അഗ്നി ഒരിക്കലും തന്നെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കില്ല. അതിനാണ് പറഞ്ഞ് ജ്ഞേയേവ, അറിയേണ്ട വിഷയങ്ങളിൽ മാത്രമേ ഈ അറിയുന്നവന് ജിജ്ഞാസ ഉണ്ടാകത്തുള്ളൂ. ജിജ്ഞാസ എപ്പോഴും ഉണ്ടാകുന്നത് സന്ദിഗ്ധമായ വിഷയങ്ങൾ ആണ്. സന്ദേഹമുള്ളിടത്താണ് ജിജ്ഞാസ ഉണ്ടാകുന്നത്. എന്താണതെന്ന് അറിയുന്നതിനുള്ള ഒരു ഉണ്ടാകുന്ന അവിടെ ഏതെങ്കിലും തരത്തിലൊരു സന്ദേഹമുള്ളിടത്ത്. എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം, ഞാനത് ബോധ്യപ്പെട്ടു, ഇത് പുസ്തകമാണ്. ഇക്കാര്യത്തിൽ എനിക്കൊരു യാതൊരു സംശയവും ഇല്ലെങ്കിൽ ഇനി ജിജ്ഞാസ ഉണ്ടാകത്തില്ല. ഇതെന്താണെന്ന് അറിയുന്നതിനുള്ള ജിജ്ഞാസ. കാരണം ഒന്നുകൊണ്ട് ഇവിടെ സംശയമില്ല. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞത് ഇന്നതാണ് വസ്തു. പകലാണെന്ന് ബോധ്യപ്പെട്ട ഒരാളിന് ഇത് രാത്രിയാണോ എന്ന് സംശയം ഉണ്ടാവും? ഇല്ല. വസ്തു എങ്ങനെയിരുന്നാലും അക്കാര്യത്തിൽ ബുദ്ധിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ജിജ്ഞാസയില്ല. അപ്പൊ സന്ദിഗ്ധമായ വിഷയങ്ങളിലെ ജിജ്ഞാസ ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്കിത് കണ്ട് നിശ്ചയിച്ചതിന് ശേഷം ഇത് പുസ്തകമാണോ എന്നൊരു സന്ദേഹം ഉണ്ടാകാത്തത്. എപ്പോഴെങ്കിലും സന്ദേഹം ഉണ്ടായാൽ പിന്നെ ജിജ്ഞാസ വരും, അതാണോ. ഇവിടെ ജ്ഞാതാവാണ് ആത്മാ എന്നോ ജ്ഞാതാവെന്നോ പറയാം. അതിലൊരിക്കലും ജിജ്ഞാസ ഉണ്ടാകത്തില്ല, മറിച്ച് ജ്ഞേയമായ വിഷയങ്ങളുണ്ടാകും. ജിജ്ഞാസ ഉണ്ടാകുന്നു, പിന്നെ അതിനെ നിശ്ചയിക്കുന്നു, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ട് പോകുന്നു. എന്തുകൊണ്ട്? ഇത് അസന്ദിഗ്ധമാണ്, ഇതിന് സന്ദേഹമുള്ള കാര്യമുണ്ടെങ്കിൽ. മറ്റു രീതി പറഞ്ഞാൽ ആർക്കെങ്കിലും തന്നെക്കുറിച്ച് സംശയം ഉണ്ടാകും. തന്നെക്കുറിച്ച് ആർക്കും സന്ദേഹം ഉണ്ടാകത്തില്ല. വിശേഷിച്ചും തന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച്. അതാണ് ഇവിടെ സ്വരൂപം ആത്മാ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ അസ്തിത്വമാണ്. അന്യൻ ഉണ്ടോ ഇല്ലയോ സന്ദേഹം ഉണ്ടാകും. അയാൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ. അന്യമായ വസ്തുക്കളെക്കുറിച്ച്, അന്യമായ വ്യക്തികളെക്കുറിച്ച് എല്ലാം ഉണ്ടാകാം സന്ദേഹം. ജിജ്ഞാസ ഉണ്ടാകാം, അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകാം, സന്ദേഹം ഉണ്ടാകാം. പക്ഷെ
തന്നെ സംബന്ധിച്ച്, സ്വസ്വരൂപത്തെ സംബന്ധിച്ച്, തന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് ആർക്കും ജിജ്ഞാസ ഉണ്ടാകത്തില്ല. കാരണം അതിൽ സന്ദേഹം ഇല്ലാതുകൊണ്ട് തന്നെ അത് തന്റെ അസ്തിത്വമെന്നോ അല്ലെങ്കിൽ തന്റെ ബോധത്തെ സംബന്ധിച്ചോ, ആ ബോധം താനാണ് എന്നറിഞ്ഞില്ലെങ്കിൽ കൂടിയും അതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എനിക്ക് ബോധമുണ്ടോ ഇല്ലയോ, സന്ദേഹം ആർക്കെങ്കിലും ഉണ്ടാകും. താനുണ്ടോ ഇല്ലയോ ആർക്കെങ്കിലും സന്ദേഹം ഉണ്ടാകും. നമ്മൾ പറയുന്ന ജ്ഞാത, അറിയുന്നവൻ, അതാണ് തന്റെ സ്വരൂപം, അറിയുന്നവനായിരിക്കുന്നു. അതിനെ തന്നെ ആത്മാവെന്ന് പറയുന്നു. അതിന് ജിജ്ഞാസ ഉണ്ടാകുന്നില്ല, തന്നിൽ ഒരിക്കലും അത് സംഭവിക്കുന്നില്ല. ഇനി സന്ദേഹം ഉണ്ടായാൽ ജിജ്ഞാസ ഉണ്ടാകും. ജിജ്ഞാസ അറിയുന്നതിനുള്ള ആഗ്രഹം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ അറിയുന്നതിനുള്ള ഉപായങ്ങളെ ഇനി എങ്ങനെ അറിയണം, എങ്ങനെയാണ് അത് അറിയേണ്ടത്, അത് പഠിച്ചറിയണോ, ചിന്തിച്ചറിയണോ, അത് ധ്യാനിച്ചറിയണമോ, ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കും, മനനം ചെയ്തറിയണമോ. അപ്പോൾ ആ ഉപായങ്ങളിലൂടെ ഒടുവിൽ അതിനെ അറിയും. അറിഞ്ഞിട്ട് പറയും അത് സാക്ഷാത്കരിച്ചു എന്ന് പറയും. അപ്പൊ ജ്ഞേയമായ വിഷയങ്ങളിലെല്ലാം സന്ദേഹം, ജിജ്ഞാസ, അറിവ് മൂന്ന് സംഭവിക്കും. അതിവിടെ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും തന്നിൽ നിന്ന് അന്യമായതേ സംഭവിക്കും. അസന്ദിഗ്ധ ഭാവത്വ, ആത്മാസന്ദിഗ്ധമാണ്. സ്വസ്വരൂപത്തിൽ ആർക്കും തന്നെ സംശയമില്ല. തന്റെ അസ്തിത്വത്തിൽ, ബോധരൂപമായി തന്നെ ആർക്കും തന്നെ സംശയമില്ല. അതുകൊണ്ട് ഇതിന് ജിജ്ഞാസ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അറിയുന്നില്ല, ഇതറിവിന് വിഷയമാകുന്നില്ല. അതുകൊണ്ട് ആത്മനോ വിഷയോ ന വിഷയോ, താൻ തനിക്ക് തന്നെ വിഷയമാകുന്നില്ല, താൻ തന്നെ തന്നെ അറിയുന്നില്ല. എന്താ ഇങ്ങനെ പറയുന്നത്? ആത്മസാക്ഷാത്കാരം എന്നൊക്കെ ഉള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പലതരത്തിലുള്ള സങ്കല്പങ്ങളാണ്. അങ്ങനെയുള്ളൊരു ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചല്ല ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നത്. ഭാഷ്യകാരൻ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലോ നമ്മൾ ഭാവന ചെയ്യുന്ന തരത്തിലോ ഒന്നുമുള്ളതല്ല. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് പ്രത്യക്ഷം, അനുഭവം, അനുഭൂതി എന്നെല്ലാം പറയുന്നത് സർവജീവസാധാരണമായ കാര്യങ്ങളാണ്. പ്രത്യക്ഷമായ അനുഭവമില്ലാത്ത ജീവന്മാരാരുമില്ല. നാനാ വിഷയങ്ങളെ സദാ പ്രത്യക്ഷീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവന്മാരെല്ലാം. നാനാതരത്തിലുള്ള അനുഭൂതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദങ്ങളോട് ആത്മാവിനെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആത്മാനുഭൂതി, ആത്മസാക്ഷാത്കാരം, ആത്മപ്രത്യക്ഷം, ആത്മാവരോഷം എന്നെല്ലാം പറയുമ്പോൾ ഈ അന്യമായ വിഷയങ്ങളുള്ള അനുഭവം എങ്ങനെയോ അതിനോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു അനുഭവം എന്ന് ധരിക്കും.
ഇവിടെ അതങ്ങനെയുള്ള അല്ല എന്ന് മനസ്സിലാക്കി തരികയാണ്. അത്തരത്തിലുള്ള ഒരു അനുഭവത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എല്ലാ അനുഭവങ്ങളിലും എല്ലാ അനുഭൂതിയിലും എല്ലാ സാക്ഷാത്കാരത്തിനും വിഷയമുണ്ട്. സാക്ഷാത്കരിക്കുന്നവനുണ്ട്, സാക്ഷാത്കൃതമായ വിഷയമുണ്ട്. പരോക്ഷമോ അപരോക്ഷവുമായ വിഷയങ്ങളുണ്ട്. ഇവിടെ അതല്ല. ആത്മാ ആത്മനോ വിഷയോ. അതുകൊണ്ടെന്താ എന്നുവെച്ചാൽ അവിഷയേ. അതുകൊണ്ട് ഇത് അവിഷയമാണ്. താൻ സ്വസ്വരൂപം ആത്മാ അത് വിഷയമല്ല. ജ്ഞാതാവ് വിഷയമല്ല. അതിനാണ് ഇവിടെ ജ്ഞാതാവ് എന്ന് പറയുന്നത്. ഓരോ സന്ദർഭത്തിലും ഓരോ പേര് പറയും. ആ ശബ്ദത്തിന്റെ വ്യാകരണത്തെ പിടിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ജ്ഞാത എന്ന് പറഞ്ഞാൽ അറിയുന്നവനല്ലേ, അവിടെ അറിവെന്ന് പറയുന്നത് സംഭവിക്കുന്നില്ലേ, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഭാഷകാരൻ ഉദ്ദേശിക്കുന്ന ആ തത്വത്തിന്റെ വ്യക്തതയാണ്. ജ്ഞാതഹു ജ്ഞാനം ന ഉത്പദ്യതേ. ജ്ഞാതാവ് വിഷയമാണ്. ജ്ഞാതാവായിരിക്കുന്ന തന്നെ സംബന്ധിച്ച ജ്ഞാനം അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. ജ്ഞാതാവെന്നോ ആത്മാവെന്നോ പറയും. അതിനെ സംബന്ധിച്ച് നമ്മൾ കരുതുന്നത് പോലെ അതിനൂടെ കൂട്ടിച്ചേർക്കും. ഇല്ലെങ്കിൽ വീണ്ടും ആശയപ്പെടുന്നു. കാരണം ഇതുവരെ പല സ്ഥലത്തും പറയുന്നു ആത്മജ്ഞാനം ബ്രഹ്മവിത്ത് എന്നെല്ലാം പറയുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നു ജ്ഞാനം ഉണ്ടാകത്തില്ലെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇതുമായിട്ട് വൈരുദ്ധ്യം വന്നില്ലേ എന്നൊക്കെ ചിന്തിക്കും. വൈരുദ്ധ്യം വന്നത് നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കിയ വൈരുദ്ധ്യങ്ങളാണ്. നമ്മുടെ ഭാവനകളാണ് ഈ വൈരുദ്ധ്യത്തിലുണ്ടാകുന്നത്. ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ, അതാണ് ഈ വൈരുദ്ധ്യത്തെ ഉണ്ടാക്കുന്നത്. ഭാഷ്യകാരൻ പറയുന്നതിന് വൈരുദ്ധ്യമില്ല. ജ്ഞാതാവ് അവിഷയമാണ്. അതിനാണ് ആത്മാ എന്ന് പറയുന്നത്. അതാണ് താൻ. അത് തന്നെയാണ് ശ്രോതാവ്, അത് തന്നെയാണ് വക്താവ്. അത് അവിഷയമാണ്, ജ്ഞാനത്തിന് വിഷയമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ജ്ഞാതാവിനെ കുറിച്ചുള്ള ജ്ഞാനം ന ഉത്പദ്യത, അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല. അതിനാണ് അഗ്നിയുടെ ഉദാഹരണം പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല? അങ്ങനെ ഒരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രകാശിക്കുമ്പോൾ, അഗ്നി പ്രകാശിക്കുമ്പോൾ അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു അഗ്നിയുടെ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെയാണ്. കാരണം അതിന്റെ സ്വഭാവമാണ്. അതിന് സമാനമാണ് അറിവെന്ന് പറയുന്നത്. അറിവ് അഗ്നിയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ്. ആ അറിവിനാണ് ഇവിടെ ജ്ഞാതാവെന്ന് പറയുന്നത്. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരറിവിന്റെ ആവശ്യമില്ല. ആത്മാവിനെ അറിയാൻ ഒരു അറിവിന്റെ ആവശ്യം ഇല്ല. അങ്ങനെ ഒരു അറിവുണ്ടാകുന്നുമില്ല. അത് അഗ്നിയുടെ സ്വരൂപമാണ് പ്രകാശം. അതുപോലെ ആത്മാവിന്റെ സ്വരൂപമാണ് ഈ അറിവ്. പിന്നെ അവിടെ മറ്റുള്ള അറിവിന്റെ ആവശ്യമില്ല. അപ്പോൾ ആത്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ, അവനൊരു ജിജ്ഞാസയുണ്ടായി. എന്താണ് ആത്മതത്വം എന്ന് മനനം ചെയ്തു. അല്ലെങ്കിൽ ശ്രവണം, മനനം, നിധിധ്യാസനം, ഇതിലൂടെ തന്നിൽ നിന്നും ഭിന്നമായിരിക്കുന്ന അല്ലെങ്കിൽ തന്നിൽ ഉത്പന്നമാകുന്ന അന്യമായ ഒരു അറിവ് കൊണ്ട് തന്നെ സാക്ഷാത്കരിക്കുന്നു എന്നെല്ലാം പറയുന്ന അബദ്ധം. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല.
അങ്ങനൊരു ജ്ഞാനം ഉണ്ടായിട്ടുമില്ല. ആവശ്യമില്ലാത്ത എന്തിനുണ്ടാവണം? അഗ്നി സ്വയം പ്രകാശമായിരിക്കുക, അതിനെ പ്രകാശിപ്പിക്കാൻ ഒരു ജ്ഞാനത്തിൽ പ്രകാശത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് ആ യുക്തി എളുപ്പം മനസ്സിലാകും ആർക്കും. അതുപോലെ തന്നെ താൻ സ്വയം അറിവായിരിക്കുക, തന്നെ പ്രകാശിപ്പിക്കുന്നതിന് ഒരു അറിവിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് അറിവ് സ്വതപ്രമാണമാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. ഇവിടെ മറ്റൊന്ന് സ്വതപ്രമാണമാണ്. പക്ഷെ അറിവ് സ്വതപ്രമാണമാണ്, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അതെന്താ അങ്ങനെ? അതതിന്റെ സ്വഭാവം. അഗ്നി എന്താ പ്രകാശിക്കുന്നത്? അതതിന്റെ സ്വഭാവമാണ്. ഉഷ്ണവും പ്രകാശവും അതിന്റെ സ്വഭാവമാണ്. അതുപോലെ ഈ അറിവിന്റെ സ്വഭാവമാണ് പ്രകാശം. അതിന്റെ സ്വഭാവമാണ് അനുഭവം. അറിവിന്റെ സ്വഭാവമാണ് അനുഭൂതി. അറിവിന്റെ സ്വഭാവമാണ് സാക്ഷാത്കാരം. അതിന്റെ സ്വഭാവമാണ്. അതിനാർക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. അങ്ങനെ ഒന്നില്ല എന്നാണ്. അതുകൊണ്ട് തസ്മാ, ഇത് സ്വയം പ്രകാശിക്കുന്ന അറിവാണ്, ഇത് വിഷയമല്ല. ഇതിനെ സംബന്ധിച്ചൊരറിവ് ഉണ്ടാകുന്നില്ല, ഇതിനെ വിഷയമാക്കുന്ന ഒരു അറിവ് ഉണ്ടാകുന്നില്ല. ഏന ഇതം സർവം വിജാനാദി. അതുകൊണ്ട് ഈ ദ്വൈതമിവ എന്ന് പറഞ്ഞതിനാണ് പറയുന്നത് ഇതം സർവം. ഇതം സർവം പരമാർത്ഥത്തിൽ അദ്വൈതം തന്നെ. എന്നാലും ദ്വൈതം പോലെ വിജാനാദി, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഏന, ഏതൊരുവനാണ് ഈ ജ്ഞാതാവാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജ്ഞാതാവിന്റെ പ്രകാശത്തിലാണ് ഇതെല്ലാം പ്രകടമായിരിക്കുന്നത്. അഗ്നി പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അത് അഗ്നിയുടെ ഒരു സ്വഭാവം, പ്രകാശിക്കുക. അതിൽ അന്ധകാരം ഇല്ലാതാകുന്നു. ചുറ്റുമുള്ള സർവ്വ വസ്തുക്കളും ആ പ്രകാശത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു. അതുപോലെ ഈ ജ്ഞാതാവ് എല്ലാം പ്രകാശത്തിൽ നിൽക്കുന്നു. ജ്ഞാതൃപ്രകാശത്തിൽ, അതിന്റെ സ്വരൂപമായിരിക്കുന്ന പ്രകാശത്തിൽ ആണ് സർവം വിജാനാദി. തം വിജ്ഞാതാരം, ആ ജ്ഞാതാവിനെ കേന കർണേന, അറിയാൻ എന്തെങ്കിലും കർണങ്ങളുണ്ടോ, അതിനറിയാൻ ഏതെങ്കിലും ജ്ഞാനമുണ്ടോ, അതിനെ സാക്ഷാത്കരിക്കുന്ന ഒരു ജ്ഞാനമുണ്ടോ? അതിനെ സാക്ഷാത്കരിക്കുന്ന ഒരു ജ്ഞാനമില്ല. കോവാന്യോ വിജാനിയ, ഇനി മറ്റാരെങ്കിലും കേന കർണേന, മറ്റു കർണമോ മറ്റൊരുവനോ, അന്യനെ കാണുന്നതിന് എനിക്ക് കർണമുണ്ട്, കാണുന്നവനായി ഞാനുണ്ട്, ഇതുപോലെ ഈ ജ്ഞാതാവിനെ സാക്ഷാത്കരിക്കുന്ന ഒരു കർണം, അത് ജ്ഞാനമായാലും ശരി, ജ്ഞാനമാകുന്ന കർണമോ ആ സാക്ഷാത്കാരമുള്ള ഒരു വ്യക്തിയോ അങ്ങനെ ഒന്നില്ല. ആത്മസാക്ഷാത്കാരമുള്ള ഒരുവൻ അങ്ങനെ ഒന്നില്ല എന്നാണ് ഇവിടെ പറയുന്നതിന്റെ പരമമായ താല്പര്യം. ഞാനും എന്റെ സാക്ഷാത്കാരവും അങ്ങനെ രണ്ടുണ്ടാവും. ഇവിടെ അദ്വൈതത്തെക്കുറിച്ചല്ലേ പറയുന്നു. അപ്പം ഞാൻ എന്റെ സാക്ഷാത്കാരം, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം പലപ്പോഴും സാക്ഷാത്കരിക്കുന്നു എന്നും അറിയുന്നു എന്നൊക്കെ പറയും. ആ സ്ഥൂലമായ ചോദ്യങ്ങളും സ്ഥൂലമായ മറുപടികളുമാണ്. ആ ചോദ്യവും ഉത്തരവും പാടെ അസംബന്ധമല്ല. ഓരോ തലത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് അതാത് തലത്തിൽ നിന്നുള്ള മറുപടി എന്നേ ഉള്ളൂ. ഇവിടെ പറയുന്നത് കുറച്ചുകൂടി മുമ്പോട്ട് കടന്നിട്ടാണ്. ഇങ്ങനെ പറയുന്നതിന് ആത്മാവിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു, ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നത് പാടെ അസംബന്ധം എന്നല്ല പറയുന്നത്. മറിച്ച് അതിന്റെ തത്വം എന്താണ്, ആ പറയുന്നതിന്റെ താല്പര്യം എന്താണ്,
ഏത് രീതിയിലും പറയാം. അറിയുന്നില്ല, പരോക്ഷമായി അറിയുന്നു, അപരോക്ഷമായി അറിയുന്നു, സ്വസ്വരൂപമായി അറിയുന്നു എന്നെല്ലാം പറയുന്നു. അതിന്റെ എല്ലാം താല്പര്യം എത്തി നിൽക്കുന്നത് ഈ ഭാഗത്താണ്. കേന കർണേന കോവ അന്യോ വിജാനിയ. ഈ സ്വസ്വരൂപത്തെ അറിയുന്നതിന് എന്താണ് കരണം? ഒരു കരണവും ജ്ഞാനം ഉൾപ്പെടെ ഒന്നും തന്നെ അവിടെ കരണമായിട്ടില്ല, മനസ്സില്ല, ഒന്നുമില്ല. ഇനി അറിയുന്നവനും ഒരുവനില്ല. ആത്മാവിനെ അറിയുന്ന ഒരുവൻ, ആത്മസാക്ഷാത്കാരം നേടിയ ഒരുവൻ, അങ്ങനെ ഒരുവനില്ല. ഈ അറിവിന്റെ വെളിച്ചം നോക്കുമ്പോൾ അത് അസംബന്ധമാണ്. എന്തുകൊണ്ട്? അതിന്റെ ആവശ്യമില്ല. സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന്റെ സ്വരൂപമാണ്, സ്വസ്വരൂപമാണത്. അപരോക്ഷത എന്ന് പറയുന്നത് സ്വസ്വരൂപമാണ്. ആ സ്വരൂപമായിരിക്കെ ആ അപരോക്ഷതയ്ക്ക് വേണ്ടി ഒരറിവ്, അല്ലെങ്കിൽ ആ അപരോക്ഷമായിരിക്കുന്ന മറ്റൊരറിവ്, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല ഇവിടെ. ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതിന്റെ സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപം തന്നെ അപരോക്ഷമാണെങ്കിൽ പിന്നെ അപരോക്ഷത്തിന് വേണ്ടി എന്തിനാ ഒരു മറ്റൊരറിവ്? ആ ഒരു ആർക്കാ ഉണ്ടാകുന്നത്? ആരാ അവിടെ അപരോക്ഷ ജ്ഞാനി എന്ന് പറയുന്നു? ഇവിടെ പറയുന്ന ഈ ജ്ഞാതാവിൽ നിന്ന് അന്യമായി അങ്ങനെ അപരോക്ഷമായൊരു ജ്ഞാനമോ അപരോക്ഷമായൊരു ജ്ഞാനിയോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് ദ്വൈതമായി. അത്തരം കൽപ്പനകൾ ദ്വൈതി ചിന്തയിലാകാം. ഇവിടെ പറയുന്ന അദ്വൈതത്തെക്കുറിച്ചാണ്. അദ്വൈതം എന്ന് പറയുന്നത് ഇത്തരം കൽപ്പനകളെല്ലാം നിരാകരിക്കുന്ന ഒന്നാണ്. ഏതെങ്കിലും ദ്വൈത കൽപ്പന അംഗീകരിക്കുന്നില്ല. ഈ അദ്വൈതം അത് പരമാർത്ഥം. മറ്റു ദ്വൈത കൽപ്പനകൾ അത് പരമാർത്ഥമല്ലാത്ത കൽപ്പനകൾ. അത്തരം കൽപ്പനകൾ ആർക്കും വെച്ച് പുലർത്താം. അത് പരമാർത്ഥമല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നില്ലേ? പരമാർത്ഥമല്ലാതെ അതിൽ പറഞ്ഞ് ദ്വൈതം വിവ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചോ ആത്മാവിനെ സംബന്ധിച്ചോ ആർക്കും എന്ത് കൽപ്പനകളും നിലനിർത്താം. ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും സാക്ഷാത്കാരത്തെക്കുറിച്ചും എല്ലാം എന്തും പറയാം. പക്ഷെ ഇവിടെ പറയുന്നു തം വിജ്ഞാതാരം കേന കർണേന കോവ അന്യുവിജാനീയ. ആ വിജ്ഞാതാവിനെ എന്ത് കർണം ഉപയോഗിച്ച് ആരറിയും? വിജ്ഞാതാവിന് എന്തെങ്കിലും കർണമുണ്ടോ ഇതിനറിയാൻ? ആ വിജ്ഞാതാവിൽ നിന്ന് അന്യമായൊരു ജ്ഞാതാവുണ്ടോ ഈ വിജ്ഞാതാവിനറിയാൻ? അതൊന്നും സംഭവിക്കുന്നില്ല. അതിന്റെ ആവശ്യങ്ങളുമില്ല. എന്തുകൊണ്ട്? വിജ്ഞാതാവ് സ്വയം ജ്ഞാനസ്വരൂപമാണ്. സാധാരണ പറയും, നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്, ശരിയാണ്, ആത്മാവ് സ്വയം പ്രകാശിക്കുന്ന. പക്ഷെ ഈ സ്വയം പ്രകാശിക്കുന്ന ഈ ആത്മാവിനെ മറയ്ക്കുന്ന ഒരു ഇരുളുണ്ട്. ആ ഇരുളിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു അറിവിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ അറിവിനെ നമുക്ക് സാക്ഷാത്കാരമെന്ന് വിളിക്കാം. ആ അറിവുള്ളവൻ, ഇരുളിനെ മാറ്റുന്ന അറിവുള്ളവൻ, അതാണ് സാക്ഷാത്കാരമുള്ളവൻ, സാക്ഷാത്കരിച്ചവൻ, ജ്ഞാനി എന്നെല്ലാം സാധാരണ പറയും. ഇവിടെ അതിനും നിലനിൽപ്പില്ല. എന്തുകൊണ്ട്? വെളിച്ചം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അവിടെ ഇരുളിനെ നിരാകരിച്ചു കഴിഞ്ഞു. വെളിച്ചത്തിന്റെ സ്വരൂപത്തിൽ ഇരുളില്ല. സൂര്യനിൽ ഇരുളില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പിന്നെ മറ്റൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല. അവിടത്തെ ഇരുളിനെ നശിപ്പിക്കാൻ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ടില്ല.
ഇങ്ങ് ദൂരെ ഭൂമിയിൽ ഇരുളുണ്ട്, അവിടെ അതിനെ നശിക്കാൻ വിളിച്ചു. പക്ഷെ ഇരുളില്ലാത്തിടത്ത് വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്. ആ ഇരുളിനെ നശിപ്പിക്കാൻ ആവശ്യമുണ്ടല്ലോ. ആണ് മുമ്പ് വാർത്തകാരം പറഞ്ഞു, സ്വപ്രകാശി കുതോ വിദ്യ. ഇത് സ്വപ്രകാശമായിരിക്കുന്നതിൽ ഈ ജ്ഞാതാവൻ അവിടെ ഇരുളില്ല. ഇരുളില്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത ഇരുളിനെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് സാക്ഷാത്കാരം എന്ന് പറയുന്ന വെളിച്ചത്തിന്റെ ആവശ്യമില്ല. അതാണ് പരമാർത്ഥം. പക്ഷെ സാധാരണഗതിയിൽ മറ്റൊരു രീതിയിലും പറയും. അത് ഈ പരമാർത്ഥം എന്താണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. വിജ്ഞാതാരം കേന കർണേന കോവ അന്യോ വിജാനിയ. ഇവിടെ അതുകൊണ്ട് അറിയാനൊരാളില്ല, അറിയേണ്ടതായ ഒരു അറിവുമില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സാക്ഷാത്കാരം അങ്ങനെ ഒന്നില്ല. മറിച്ച് ഇത് സ്വയം സാക്ഷാത്കാര രൂപമാണ്, സ്വയം ഇത് അറിവാണ്. അതുകൊണ്ടാണ് താൻ സ്വയം അറിവായതുകൊണ്ടാണ് തന്നെ കുറിച്ച് സംശയം ഉണ്ടാകാത്തത്, സന്ദേഹം വരാത്തത്. യഥാർത്ഥ പുനഃ പരമാർത്ഥ വിവേകിനഃ ബ്രഹ്മവിദഃ. ഇപ്പോൾ പരമാർത്ഥത്തെ അറിയുന്നവൻ, അല്ലെങ്കിൽ പരമാർത്ഥ വിവേകമുള്ളവൻ, ബ്രഹ്മവിത്ത് എന്നെല്ലാം പറയുമ്പോൾ മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമായല്ല പറയുന്നു. അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. ഇത് അറിയാൻ കഴിയില്ല, പിന്നെ അറിയാൻ അറിവില്ല എന്ന് പറഞ്ഞ് പിന്നെ ബ്രഹ്മവിത്ത് എന്നതിന് പറഞ്ഞു. ബ്രഹ്മവിത്ത് എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിയുന്നവനല്ല. അടുത്ത് പറയുന്നത് വിജ്ഞാതൈവ കേവലോ അദ്വയോ വർത്തതേ. ബ്രഹ്മവിത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ ധരിക്കില്ല. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു അറിയാൻ കഴിയാത്ത ഒരു വസ്തു, അതിനെ അറിയുന്ന മറ്റൊരുവൻ, അവന്റെ കയ്യിലിരിക്കുന്ന അറിവ്, അങ്ങനെയൊന്നും സങ്കല്പിക്കണ്ട. മറിച്ച് എന്താണ് വിജ്ഞാതൈവ, ബ്രഹ്മവിത്ത് എന്നിവിടെ പറയുന്നത് ആ വിജ്ഞാതാവിനെ തന്നെയാണ്. ആ വിജ്ഞാതാവ് മറ്റെന്തെങ്കിലും ഒരു കർണത്തോടു കൂടിയിരിക്കുന്നു എന്നല്ല പറയുന്നത്. വിജ്ഞാതാവ് വിജ്ഞാതമാകുന്ന കർണത്തോടു കൂടിയിരിക്കുന്നു. വിജ്ഞാതാവ് വിജ്ഞാതാവായിരിക്കുന്ന തന്നെ അറിയുന്ന ഒരു കർണത്തോടു കൂടിയിരിക്കുന്നു. വിജ്ഞാതാവ് തന്നെ അറിയുന്നതിനുള്ള ജ്ഞാനമാകുന്ന കർണത്തോടു കൂടിയിരിക്കുന്നു എന്നൊന്നും അർത്ഥമില്ല. പിന്നെന്താ അർത്ഥം? കേവലോ അദ്വയോ വർത്തതേ. ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ തന്നെ തന്നെ. കേവലനാണ്, ഏകനാണ്, അദ്വൈനാണ് എന്നതിൻ്റെ അർത്ഥം. ബ്രഹ്മജ്ഞാനി എന്ന് പറയുമ്പോൾ വലിയൊരു ജ്ഞാനം, വലിയ ടോർച്ചടിക്കുന്നത് പോലുള്ള ഒരു പ്രകാശം, ആ പ്രകാശമായിട്ടിരിക്കുന്ന ആളാണ്. ആ പ്രകാശത്തിൽ സർവവും പ്രകാശിക്കുകയാണ്. ആ പ്രകാശം എനിക്കില്ല, ആ പ്രകാശം എനിക്ക് നേടണം. ഇതൊക്കെ ഭാവനകളാണ്. പറയുന്നു പരമാർത്ഥ വിവേകി, ബ്രഹ്മവിത്ത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാത ഏവ, ഇതേ കൂടെ വ്യക്തമായെന്ന് പറയുന്നു. ആ വിജ്ഞാതാവിനെയാണ് പറയുന്നത്. ഏതൊരു വിജ്ഞാതാവാണോ ഈ പ്രപഞ്ചത്തെ സർവവും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നതിനായി നിലനിൽക്കുന്നത്, ആ വിജ്ഞാതാവിലാണ് സർവവും പ്രകാശിച്ചിരിക്കുന്നത്. അണുവും മഹത്വമായ സർവവും ആ വിജ്ഞാതാവിൽ പ്രകാശിക്കുന്നു. ജ്ഞേയവും അജ്ഞേയവുമായിരിക്കുന്ന സർവവും ആ വിജ്ഞാതാവിൽ പ്രകാശിക്കുന്നു. ആ വിജ്ഞാതാവ് ഏകനാണ്, അദ്വൈനാണ്, കേവലനാണ്.
അത് തന്നെയാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത്. വിജ്ഞാത ഏവ കേവലോ അദ്വയോ വർത്തതേ തം വിജ്ഞാതാരം ഒരേക്കേന വിജാനീയ. ആ വിജ്ഞാതാവിനെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊന്നും വേണ്ട എന്നാ പറയുന്നു. ഒന്നുകൂടെ കൂടി ചേർക്കണം, തന്റെ ഭാവനയ്ക്കനുസരിച്ച്, തന്റെ കൽപ്പനകൾക്കനുസരിച്ച് അതിനെ അറിയാൻ ഉള്ള ശ്രമങ്ങളൊന്നും നടത്തണ്ട. സൂര്യനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള യത്നം പോലെ അത് വ്യർത്ഥമാണ്. ഇങ്ങനെ അറിയുന്നതിലൂടെ ഇത് നമ്മൾ ഇതിനറിയണമല്ലോ വിജ്ഞാതാവിനെ ഇങ്ങനെ ശ്രുതി വെളിപ്പെടുത്തുമ്പോൾ, ആചാര്യം വെളിപ്പെടുത്തുമ്പോൾ അവിജ്ഞാതാവിനെ നമ്മളിങ്ങനെ അറിയുന്നുണ്ടല്ലോ. അത്തരം ഒരു അറിവിലൂടെ അവിജ്ഞാതാവ് വെളിപ്പെടുന്നില്ലേ ചോദിച്ചാൽ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്താണ് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു അറിവിലൂടെ വെളിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്വയം വെളിവായിരിക്കുന്നു. പിന്നെ എന്തിനാ അത് വെളിപ്പെടുന്നു? മറിഞ്ഞിരിക്കുന്നതിനെ തന്നെ വെളിപ്പെടുത്താൻ പറ്റും. സ്വയം പ്രകാശിക്കുകയും സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ വിജ്ഞാതാവിന് ഏതറിവുകൊണ്ടാണ് ഇതിനെ പ്രകാശിപ്പിക്കേണ്ടത്? അപ്പൊ ഏതെല്ലാം തരത്തിൽ ഇതിനറിയാൻ ശ്രമിച്ചാലും, എന്തെല്ലാം ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ എല്ലാം ശ്രമിച്ചാലും അതിന്റെ ഒന്നും താല്പര്യം, ആ ശ്രമത്തിന്റെ എല്ലാം പ്രയോജനം ഇതിനെ വെളിപ്പെടുത്തുക എന്നുള്ളതല്ല. അത് കേവലമായി അദ്വൈതമായി വർത്തതേ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പരമാർത്ഥ വിവേകി അല്ലെങ്കിൽ ബ്രഹ്മവിത്ത്. ബ്രഹ്മവിത്തിന്റെ അഭിപ്രായം ഇതാണ്. അതുകൊണ്ട് തം വിജ്ഞാതാരം, വിജ്ഞാതാവായിരിക്കുന്ന അവനെ രഖ്യേന വിജാനീയ, ആരാണ് അതിനെ അറിയുന്നത്? അതിനെ അറിയുന്നതിന് ഉപായങ്ങളില്ല. രണ്ട്, അതിനെ അറിയേണ്ടുന്ന ആവശ്യമില്ല. അതറിയുക എന്ന് പറയുന്ന അസംഭവമാണ്. എന്തുകൊണ്ടത് സ്വയം അറിവായിരിക്കുന്നുണ്ട്. അതാണ് അതിന്റെ സമാധാനം. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും എന്താണ്, അതിന് സാക്ഷാത്കാരം സാധ്യമല്ല. എന്തുകൊണ്ടത് സ്വയം സാക്ഷാത്കാര രൂപമാണ്. അതിന്റെ അനുഭൂതി അത് സാധ്യമല്ല. എന്തുകൊണ്ട്? അത് സ്വയം അനുഭൂതി സ്വരൂപമാണ്. അങ്ങനെ ഇവിടെ ഓരോന്നിനെ നിഷേധിക്കും. അത് വിജ്ഞാതം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ജ്ഞാതവും വിജ്ഞാതവും അജ്ഞാതവും എന്നെല്ലാം പറയുന്നതിനപ്പുറമാണ് കേനോപനിഷത്തിലും മറ്റും വന്നിട്ടുണ്ട്. പിന്നെ ശ്രുതിയുടെ ആവശ്യം എന്താണ്? ആചാര്യന്റെ ആവശ്യം എന്താണ്? ശ്രവണ മനന നിധ്യാസനങ്ങളുടെയൊക്കെ ആവശ്യം എന്താണ്? ചോദിക്കും. ശ്രുതി, ആചാര്യൻ, ശ്രവണ മനനങ്ങൾ, അതിലൂടെയാണ് ഇത് വ്യക്തമായത്. എന്ത്? കേവലോ അദ്വയോ വർത്തതേ. അവിടെയാണ്, അതുകൊണ്ടാണ് വ്യക്തമായത്. എന്താണ്? ബാക്കിയുള്ളതെല്ലാം പാഴ്ശ്രമങ്ങളാണ്. ബാക്കിയുള്ള സാക്ഷാത്കാരം ഇതെല്ലാം കേവലം മനസ്സിന്റെ ബുദ്ധിയുടെ ഭാവനകളാണ്. അതാണ് ശ്രുതിയുടെ പ്രയോജനം വരുന്നത്. അതിനുവേണ്ടി ശ്രവണ മനനങ്ങൾ ഒക്കെ ആവശ്യം.
ഇത് സാക്ഷാത്കാരത്തിന്റെ വിഷയമല്ല, മറിച്ച് ഇത് സാക്ഷാത്കാര രൂപമാണെന്ന് മനസ്സിലാക്കാൻ ഇതിന്റെ ആവശ്യമാണ്. ഇത് ജ്ഞാനത്തിന്റെ വിഷയമല്ല, മറിച്ച് ഇത് ജ്ഞാതാവാണെന്ന് അറിയുന്നതിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്. ഏത് തരത്തിൽ ഇതിനെ അറിഞ്ഞാലും അത് ജ്ഞാനത്തിന് വിഷയമല്ലെന്നോ സ്വയം പ്രകാശിക്കുന്നതാണെന്നോ ഏതെല്ലാം തരത്തിൽ അറിഞ്ഞാലും ശരി, ആ ഒരു അറിവ് കൊണ്ടും ഇത് വിഷയമാകുന്നില്ല. അതാണ് സൂര്യന്റെ മുമ്പിലും മെഴുകുതിരി വെളിച്ചം കാണിച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശത്തിന് അത് കൂടുതൽ വിശേഷതയൊന്നും ചെയ്യുന്നില്ല. അതതിന്റെ തനിമയിൽ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ബാക്കി എന്ത് പ്രകാശം വന്നാലും അതിൽ അന്തർഭവിച്ചു പോകത്തേ ഉള്ളൂ. അതുപോലെയാണ് ഇവിടെ. മറ്റത് ജഡപ്രകാശമാണ്, അതിന്റെ സ്വഭാവം വേറെയാണ്. ഇതിന് തുല്യമായി മറ്റൊരു പ്രകാശമുണ്ട്, ഇത് ചൈതന്യമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് മാത്രം ജഡപ്രകാശത്തെ എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ആ ജഡപ്രകാശത്തിന് ഇല്ലാത്ത ചില വിശേഷതകൾ ഇവിടെയുണ്ട്. ആ ജഡപ്രകാശം എന്ന് പറയുന്നത് പരാശ്രിതമായിട്ടിരിക്കുന്നതാണ്. ഇതങ്ങനെയല്ല. ഈ ചൈതന്യ പ്രകാശത്തിൽ ഇവിടെ ജീവഭാവം വന്നു, അജ്ഞാന സംശയ വിപര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു. അതൊന്നും പരമാർത്ഥമായി വന്നാൽ ദ്വൈതമിവ എന്ന് പറഞ്ഞതാണ്. പരമാർത്ഥത്തിൽ വന്നിട്ടില്ലെങ്കിലും ജീവഭാവത്തിലും അനുഭവത്തിലും വന്നു. അത് പരമാർത്ഥത്തിൽ വന്നതുകൊണ്ട് തന്നെ പരമാർത്ഥത്തിൽ അതിനെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പരമാർത്ഥത്തിൽ വന്നാൽ അത് മാറ്റാൻ കഴിയത്തുമില്ല. അത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ജഡപ്രകാശത്തിൽ നിന്ന് വ്യത്യസ്തമാണിത്. ചൈതന്യപ്രകാശത്തിന് തുല്യമായും മറ്റൊന്നുമില്ല. അതിലിതെല്ലാം സംഭവിക്കുന്നു. അജ്ഞാന സംശയാദികൾ അതിൽ സംഭവിക്കുന്നു. അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? അത് അതിന്റെ സ്വഭാവം. ലോകത്തിൽ തന്നെ കാണുന്നില്ല, ഓരോ വസ്തുവിന് ഓരോ സ്വഭാവമുണ്ട്. ഇതിന്റെ സ്വഭാവമായി ഇതെല്ലാം സംഭവിക്കുന്നു. അതിനെ മാറ്റുന്നതിന് ശ്രുതിയും ആചാര്യനും ശ്രവണാദി സാധനങ്ങളെല്ലാം അതിനുവേണ്ടി വരുന്നു. അല്ലാതെ ഇതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി, ഇതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടല്ല. ഇനി സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിനിത്രേ അർത്ഥമുണ്ട്. ഇനി ഒരാൾ പറയുകയാണ്, ഞാനിത് സാക്ഷാത്കരിച്ചിരിക്കുന്നു, ഞാനിതിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ താല്പര്യം എത്രമാത്രം? ഈ അജ്ഞാനാദി ദോഷങ്ങളെ നിരാകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അത് വന്ന് നിരാകരിക്കേണ്ട ആവശ്യം എന്താണ് ചോദിക്കും. അത് ഇരുളിനെ ഇല്ലാതാക്കുന്ന പോലെയാണ്. ഇരുളെന്താ വന്നിട്ടാണോ ഇല്ലാതായത്? ഇരുളെന്ന് പറയുന്ന വസ്തുവാണ്, ഒരു വസ്തുവല്ല. എന്നിട്ടും അത് ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു. മറ്റു പദാർത്ഥങ്ങളെ പോലെ പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇതുപോലെ ഒരു പദാർത്ഥമാണോ ഇരുള്? അല്ല. അല്ലെങ്കിൽ അത് വരുന്നു, പോകുന്നു. അത് അനുഭവത്തിലുണ്ട്. അതിനെ അറിയുന്നതിന്റെ അനുഭവത്തിൽ അത് വരുന്നതും പോകുന്നതായും കാണുന്നു. എന്നാൽ അതില്ലാത്തതാണ്, ഒരു വസ്തുവല്ല, വസ്തുവാണ്. അപ്പോൾ ഇന്ന് വരികയും പോവുകയും ചെയ്താൽ അത് വസ്തുവായിരിക്കണമെന്നാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെ ആകണമെന്നില്ല. അല്ലെങ്കിൽ അതെന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ട് പോയി എന്നൊക്കെ ചോദിക്കുന്ന അടിസ്ഥാനത്തിലാണ്.
വരണമെങ്കിൽ വസ്തുവായിരിക്കണം, പോകണമെങ്കിൽ ഒരു വസ്തുവായിരിക്കണം. അങ്ങനെ വേണ്ട, അതാണ് ഇരുള് ഉദാഹരണം. അതൊരു വസ്തുവേ അല്ല, എന്നാലും അത് വരുന്നു പോകുന്നു. വെളിച്ചമില്ലാത്തടത്ത് അത് കടന്നു വരുന്നു, വെളിച്ചമുള്ളിടത്തുനിന്ന് അത് പോകുന്നു. അതുപോലെ ഈ അജ്ഞാന സംശയ വിപര്യങ്ങൾ അവസ്തുക്കളാണ്. എന്നാലും അത് കടന്നു വരുന്നു, പോകുന്നു. അതെന്തുകൊണ്ട് വരുന്നു? അത് ഇതിന്റെ സ്വഭാവം, വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടല്ലേ ഭാഷ്യകാരൻ അതിന് പറയുന്നു മായ എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നു. അങ്ങനെ പരിശോധിക്കാൻ പറ്റില്ല. അതിന്റെ സത്വവും അസത്വവും നിർവചിക്കാൻ പറ്റില്ല. എന്നാൽ അത് അനുഭവപ്പെടുന്നുണ്ട്, അത് പോകുന്നുമുണ്ട്. ഇരളിന്റെ സത്വവും അസത്വവും ആർക്കെങ്കിലും നിർവചിക്കാൻ പറ്റും? ഒരിക്കലും സാധ്യമല്ല. എത്ര തലവും ജ്ഞാനം വെച്ചാലും പിടികിട്ടത്തില്ല അത്. എന്നാൽ അത് അനുഭവത്തിൽ വരുന്നുണ്ട്, അനുഭവത്തിൽ നിന്നും മറയുന്നുമുണ്ട്. പിന്നെന്താ അത്? ഒരു സ്വഭാവവിശേഷം എന്നേ പറയാൻ പറ്റും. അതുപോലെ ഈ ചിത്തിന്റെ സ്വഭാവവിശേഷമാണ് അജ്ഞാനാദി അജ്ഞാന സംശയ വിപര്യങ്ങൾ ചിത്തിൽ തന്നെ പ്രകടമാകുന്നത്. അതിന്റെ തന്നെ സ്വഭാവവിശേഷം. അത് വാസ്തവമല്ലാത്തതുകൊണ്ട് അത് അതിനെ ബാധിക്കുന്നില്ല. ആണ് ഭാഷകാരെപ്പോഴും പറയുന്നത്, മരീചിക മരുഭൂമിയെ നനയ്ക്കുന്നില്ല, അതിനെ ബാധിക്കുന്നില്ല. അജ്ഞാനാദികൾക്ക് ഈ ചിത്തിനെ ബാധിക്കാൻ കഴിയും, എന്നാലും അതവിടെ പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇന്ദ്രജാലമെന്നും മറ്റും പറയുന്നത്, മായാജാലമെന്നും മറ്റും പറയുന്നു. അങ്ങനെ പ്രകടമാകുന്നതിന്, ഇല്ലാതാക്കുന്നതിന് ഇതിന്റെ എല്ലാം ആവശ്യമുണ്ട്. ശാസ്ത്രത്തിന്റെയും ആചാര്യന്റെയും ശ്രവണമനനാദികളുടെയൊക്കെ ആവശ്യമുണ്ട്. എങ്ങനെയാണോ ഇരുളിനെ ഇല്ലാതാക്കുന്നതിന് വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നു. അത് സംഭവിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംഭവിക്കുന്നതിന് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ടത് വസ്തുവല്ലാത്തതിന്, അവസ്തുവിന് പ്രകടമാകുന്നതിന് അവിടെ യുക്തിയില്ല. യുക്തി വസ്തുക്കളിനെ പ്രയോഗിക്കാൻ പറ്റും, അവസ്തുവിൽ പറ്റില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് മായ എന്ന് പറഞ്ഞാൽ യുക്തിരഹിതമായതെന്നാണ് മായ ശബ്ദത്തിന്റെ അർത്ഥം. യുക്തിയില്ലാത്തത്, എന്ന അനുഭവത്തിലുള്ളത്. അതുകൊണ്ട് അജ്ഞാനാദികളെ, അജ്ഞാന സംശയ വിപര്യങ്ങളെയും മറ്റും മാറ്റുന്നതിന് ശാസ്ത്രവും ഗുരുവും സാധനയും എല്ലാം ആവശ്യമുണ്ട്. എന്നാൽ അത് സ്വയം അവസ്തുവായിരിക്കുന്നത് കൊണ്ട് അദ്വൈത ഹാനി സംഭവിക്കുന്നില്ല, അദ്വൈതത്തിന് ദോഷമൊന്നും വരുന്നില്ല. ഇരുൾ കടന്നു വന്നു പോകുന്നു, അതുകൊണ്ട് വെളിച്ചത്തിന് വല്ല ദോഷവും വരുന്നു? ഒരു ദോഷവും വരുന്നില്ല. എന്നാൽ അത് കടന്നു വരികയും പോവുകയും ചെയ്യുന്ന വെളിച്ചത്തിൽ തന്നെ, വേറെ എവിടെയാ? ഇരുളിനെപ്പോഴും വെളിച്ചത്തെ ആശ്രയിച്ചേ നിൽക്കാൻ പറ്റും. വെളിച്ചത്തിൽ നിന്നത് മാറി നിൽക്കും, പക്ഷെ മാറിയാലും വെളിച്ചത്തെ ആശ്രയിച്ച് തന്നെ നിൽക്കും. അത് ഇരുളിന്റെ ഒരു സവിശേഷതയാണ്. വെളിച്ചത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയാത്തവന് ഇരുളിനെ കുറിച്ച് സങ്കല്പിക്കാൻ കഴിയത്തില്ല. രണ്ടിനെ സംബന്ധിച്ച് സങ്കല്പമില്ല, ഉണ്ടാകത്തില്ല. അവൻ ഇരുളിനെ കുറിച്ച് സങ്കല്പിച്ചാൽ അത് വെളിച്ചമുള്ളവന്റെ ഇരുളായിരിക്കില്ല, അത് മറ്റെന്തോ ആയിരിക്കും. അപ്പോൾ വെളിച്ചത്തെ ആശ്രയിച്ചിരുന്ന് നശിക്കുന്നത് കൊണ്ട് വെളിച്ചത്തിന് യാതൊരു ന്യൂനതയും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇരുള് അവസ്തുവായതുകൊണ്ടാണ്. അതാണ് ഇവിടെ പറയുന്നത് ദ്വൈതം ഇവ. അതുകൊണ്ട് ഈ ജ്ഞാതാവിൽ ഇതെല്ലാം വന്നു മറയുന്നത് കൊണ്ട് ജ്ഞാതാവിൽ ഒരു ന്യൂനതയും സംഭവിക്കുന്നില്ല. ഇതൊക്കെ സംഭവിക്കാമോ? എന്തായി പറയുന്നത്? നിങ്ങളുടെ അദ്വൈതം പറഞ്ഞ് എവിടെ എത്തിച്ചേരുന്നു എന്നൊക്കെ മന്ദബുദ്ധികൾ ചോദിക്കും. മന്ദബുദ്ധികൾ ചിന്തിക്കും, ഞാൻ പറയുമ്പോഴും ചിന്തിക്കും, എന്തായി പറയുന്നു?
വെളിച്ചത്തിന് അതുകൊണ്ടൊരു ദോഷമില്ല. ഇരുള് വരുന്നു പോകുന്നു. അതാണ് അജ്ഞാന സംശയ വിപര്യങ്ങൾ കടന്നു വരുന്നു പോകുന്നു. അതെങ്ങനെയാണോ ഈ വെളിച്ചത്തിന്റെ സ്വഭാവമായി ഇരുള് നിലനിൽക്കുന്നത് വെളിച്ചത്തെ ആശ്രയിച്ച്, അതുപോലെ ഈ ചൈതന്യത്തെ ആശ്രയിച്ച്. രണ്ടും രണ്ടാണ്. ഒന്ന് തികച്ചും ജഡം. ഇതെങ്ങനെയാണ് ചൈതന്യം? അതിനെ ആശ്രയിച്ച് ഈ സംശയാദികൾ നിലനിൽക്കുന്നു, അത് പോകുന്നു. അത് അവസ്തുവായതുകൊണ്ട് തന്നെ അതിന്റെ വരവും പോക്കുമൊന്നും ഇതിനെ സ്പർശിക്കുന്നില്ല. ഇത് കേവല അദ്വയോ വർത്തത. ഇതാണ് പരമാർത്ഥ വിവേകിന ബ്രഹ്മവിത്ത. ബ്രഹ്മവിത്ത് പരമാർത്ഥ വിവേകി. ഇവിടെ സാക്ഷാത്കാരം എന്ന് പറയുന്ന ഇതാണ്. അല്ലാതെ പലതരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ചും സാക്ഷാത്കാരങ്ങളെക്കുറിച്ചുമൊക്കെ ശാസ്ത്രങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. യോഗം പോലെയുള്ള ദ്വൈതശാസ്ത്രങ്ങൾ, തന്ത്രം, മന്ത്രം, യോഗം തുടങ്ങിയ ദ്വൈതശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള സാക്ഷാത്കാരങ്ങളെക്കുറിച്ച്. അതൊക്കെ ദ്വൈതത്തിന്റെ നിലയ്ക്ക് അതിനെല്ലാം സാധുത്വമുണ്ട്, അസംബന്ധമല്ല. അതിനെല്ലാം ദ്വൈതം നൽകുന്ന സാധുത്വമാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന അദ്വൈതമാണ്. നമ്മൾ പ്രതീക്ഷിച്ച അദ്വൈതമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത അദ്വൈതം. ഇവിടെ അത്തരം സാക്ഷാത്കാരങ്ങൾക്കൊന്നും യാതൊരു നിലയും വിലയുമില്ല, ഒന്നുമില്ല. അതിനാണ് ശ്രുതി പറയുന്നത് തം വിജ്ഞാതാരം വരെ കേന വിജാനീയ. അതിനാരറിയുന്നു? അറിയുന്നില്ലെന്ന് പറഞ്ഞ് ആര് പരാതിപ്പെടുന്നു? അതുകൊണ്ട് ആ തത്വത്തെ ഗ്രഹിക്കുന്നവന്, ആ ജ്ഞാതാവിൽ നിന്ന് അന്യമായൊരു സാക്ഷാത്കാരം അങ്ങനെയൊന്നുമില്ല. അവിടെ ദ്വൈതമില്ല. പിന്നെ ബാക്കി എല്ലാം എന്താണ്? ദ്വൈതം ഇവ. പരമാർത്ഥത്തിൽ അദ്വൈതമാണ്. എന്നാൽ ഈ അനുഭവങ്ങളെല്ലാം ദ്വൈതം ഇവ, ദ്വൈതം പോലെയാണ്. പറയുന്നത് ആത്മനി പ്രമാതൃ പ്രമാണയോരഭാവേ ജ്ഞാന അവശയത്വം ഫലതി. ആത്യന്തികമായി പറയാനുള്ള ഇതാണ് സിദ്ധാന്തം. സ്വസ്വരൂപത്തിൽ ജ്ഞാതാവെന്നോ സത്തെന്നോ അല്ലെങ്കിൽ അറിവെന്നോ രണ്ടു തരത്തിലും പറയാം. അറിയുന്നവനെന്നും പറയാം. അത് ഈ ദ്വൈതം ഇവ, ദ്വൈതാനുഭവം ഉള്ളതുകൊണ്ടാണ് അതിന് ജ്ഞാതാവെന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇത് ജ്ഞാതാവായതുകൊണ്ട് ഇവിടെ അനുഭവം ഉണ്ടല്ലോ. നമ്മൾ വിളിക്കുന്ന സാക്ഷാത്കാര പര്യന്തമുള്ള അനുഭവങ്ങളുണ്ടല്ലോ. ഇത്തരം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അവന് ജ്ഞാതാവെന്ന് പറയുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ അത് കേവലം ജ്ഞാനമായി, പിന്നെ ജ്ഞാതാവല്ല, കേവലം ജ്ഞാനരൂപം. ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനത്തിൽ അറിയുന്നവൻ, അറിവിന്റെ വിഷയം, ഇങ്ങനെ നാനാത്വം വരുന്നതുപോലെ ജ്ഞാനം എന്നുള്ളതിനെ നിഷേധിക്കും. കേവലമായ സത്ത, ഉണ്മ, ജ്ഞാനം എന്നുള്ള രീതിയിലും കരുതേണ്ട കാര്യമില്ല. ജ്ഞാനമെന്ന് പറഞ്ഞാലും അവിടെ ദ്വൈതബോധത്തെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നിഷേധിക്കും. ചുരുക്കത്തിൽ അവിടെ എന്താണ്? പ്രമാതൃ പ്രമാണ രണ്ടുമില്ല. പ്രമാതൃ പ്രമാണ വ്യവഹാരങ്ങളില്ല. അതിന്റെ പ്രവൃത്തികളൊന്നും അവിടെയില്ല. അത് ജ്ഞാതാവുമല്ല. അതാ പറയുന്നത് ജ്ഞാന അവിഷയത്വം. അതുകൊണ്ട് അതിൽ സംഭവിക്കുന്ന എന്താണ്? ജ്ഞാന അവിഷയത്വം. ഫലതി. അതാണ് മുഖ്യമായി ശ്രദ്ധിക്കുന്നത്. അതാണ് സിദ്ധാന്തം. തദൈവം സ്വരൂപാപേക്ഷം വിജ്ഞാനഘനത്വം. ആ സ്വരൂപത്തെ അപേക്ഷിച്ച് പറയുന്നവന് വിജ്ഞാനഘനം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ.
ജ്ഞാനസ്വരൂപം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അത് വിജ്ഞാനഘനമാണ്. വിജ്ഞാനഘനമാണ് എന്ന് വെച്ചാൽ രണ്ടാമതൊന്നില്ല എന്നുള്ളതിനെ അവിടെ ഭാഷ്യകാരൻ പറഞ്ഞു. അയോഘനം എന്നെല്ലാം പറയുന്ന പോലെയാണ്. രണ്ടാമതൊന്നിനെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണ്. നവലെ ഈ ദ്വൈതാനുഭവങ്ങൾ അതാണ് പറഞ്ഞത് ദ്വൈതം ഇവ, അതിന് സമാനം പറഞ്ഞു. വിജ്ഞാനഘനമാണെങ്കിൽ ദ്വൈതത്തെ ദ്വൈതം ഇവ എന്ന് പറഞ്ഞാൽ ദ്വൈതത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു. ദ്വൈതമാണ്, പക്ഷെ ദ്വൈതം പോലെ ആണ് പറയുന്നത്. വിശേഷ വിജ്ഞാന അപേക്ഷന്തു സജ്ഞാഭാവവചനം. വിജ്ഞാനഘനമാണെങ്കിൽ പിന്നെ അത് സാക്ഷാത്കാരമല്ല, അതിലനുഭൂതിയില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ എന്തിനും നിഷേധിച്ച് പറയുന്നു. ഇവിടെ ദ്വൈതമിവ, ദ്വൈതാനുഭവം ഇവിടെ ഉണ്ട്. വിശേഷ വിജ്ഞാനം ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഗുരുവുണ്ട്, ശിഷ്യനുണ്ട്, സാധ്യമുണ്ട്, സാധനമുണ്ട്, സാധനമുണ്ട്. ഇതൊക്കെയാണ് വിശേഷ വിജ്ഞാനം. ഈ വിശേഷ വിജ്ഞാനത്തെ കണക്കിലെടുത്തുകൊണ്ട് ദ്വൈതം ഇവ, ദ്വൈതം പോലെയുള്ള ഈ അനുഭവത്തെ കണക്കിലെടുത്തുകൊണ്ട് പറയുന്നു സജ്ഞാഭാവം. അവിടെ ഒരു സാക്ഷാത്കാരമില്ല. സാക്ഷാത്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകളെ എല്ലാം കണക്കിലെടുക്കുകയാണെങ്കിൽ പറയും അങ്ങനെയും ഒന്നില്ല, കേവലമായ അറിവ് മാത്രം, അതിലിതൊന്നും ഇല്ലാതിരിക്കുന്ന അതിനൊരു ന്യൂനതയല്ല, മറിച്ച് അതാണ് അതിന്റെ പൂർണ്ണത. അപ്പോൾ വിജ്ഞാനഘനമെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ മനസ്സിലാക്കാം എന്താണ്, ഇതെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്നു. അവിജ്ഞാനത്തിൽ നിന്ന് മാറ്റാൻ മറ്റൊന്നുമില്ല, രണ്ടാമതൊന്നല്ല. ഇനി സജ്ഞാഭാവം വിശേഷ വിജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞാലോ, ദ്വൈതം പോലെ ദ്വൈതം ഇവ എന്തൊക്കെ അനുഭവപ്പെടുന്നു അതെല്ലാം നിഷേധിക്കുന്നു. സാക്ഷാത്കാര പര്യന്തമുള്ള എല്ലാത്തിനെയും നിഷേധിക്കുന്നു. ശേഷിക്കുന്നതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടു തരത്തിലും പറയാം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടും പറയാം. അപ്പോൾ അവിടെ വിജ്ഞാനത്തിൽ നിന്ന് അതിരിക്തമായി ഒന്നുമില്ല. അയോഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്. ആയസ് ഇരുമ്പ് കട്ടി, അതിനകത്ത് ഇരുമ്പല്ല മറ്റെന്തെങ്കിലും ഉണ്ട്, മറ്റൊന്നും അതിനകത്തില്ല. അതുകൊണ്ട് പല വസ്തുക്കളും ഉണ്ടാക്കും. പക്ഷെ എന്തുണ്ടാക്കിയാലും അത് തന്നെ. ഈ പറയുന്ന ദ്വൈതം പോലെ അനുഭവപ്പെടുന്ന സർവത്തെ അത് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു. അതൊന്നും ഈ വിജ്ഞാനത്തിൽ നിന്ന് അന്യമല്ല. അല്ലെങ്കിൽ ദ്വൈതപ്രതീതികളെല്ലാം നിഷേധിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ വിജ്ഞാനഘനത്വം എന്ന് പറയുന്നത് ഈ ഇതിനെ സംബന്ധിച്ചുള്ള ജാഗ്രത് ബോധം ആണല്ലോ. ഇത്തരത്തിൽ ഇതിനെ ഗ്രഹിക്കുക. ശ്രുതിയിൽ നിന്നും ആചാര്യനിൽ നിന്നും ശ്രവണ മനനങ്ങളിലൂടെയും ഈ തത്വത്തെക്കുറിച്ചുള്ള ബോധം, ആ ബോധത്തിൽ ഇത് വിജ്ഞാനഘനമാണ്. എന്തുകൊണ്ട്? സർവത്തെയും അവിടെ വിജ്ഞാനമായി കാണുന്നു. അതിനാണ് നമ്മൾ സാധാരണ സാക്ഷാത്കാരമായിട്ട് സാക്ഷാത്കാരം എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, പരമാർത്ഥ വിവേകിന ബ്രഹ്മവിദോ വിജ്ഞാദേവ കേവലോ അദ്വൈ എന്ന് പറയുന്നു. കേവലമായ അദ്വൈയമായ വിജ്ഞാതാവാണ് താൻ. അത് മറിച്ച് ദ്വൈതത്തെ എല്ലാം നിഷേധിക്കുന്നു. അങ്ങനെയും ചെയ്യും. ചിലപ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് പറയും, ചിലപ്പോൾ എല്ലാത്തിനെയും നിഷേധിച്ചിട്ട് പറയും. സജ്ഞാഭാവം നപ്രേത്യ സജ്ഞാസ്തി മുമ്പ് പറഞ്ഞു. അതിനെ തുടർന്നുള്ള ചർച്ചയാണ് ഇതുവരെ എത്തിയത്. അസജ്ഞാഭാവം എന്ന് പറയുമ്പം ഏതുപോലെ? സുഷുപ്തി പോലെ. പിന്നെ എല്ലാത്തിനെയും നിഷേധിച്ചിരിക്കുന്നു. ഒരു തരത്തിലുള്ള ജ്ഞാനവും അവിടെയില്ല. കേവലമായ ആ ജ്ഞാനസ്വരൂപം മാത്രം. ദ്വൈതമിവ എന്നവിടെ പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയാൻ പറ്റും ദ്വൈതമിവ. ഈ ജാഗ്രത തന്നെ ഇതിനെ സംബന്ധിച്ച് വിശേഷമായ ബോധം ഉണ്ടാകുമ്പോൾ ദ്വൈതമിവ എന്ന് പറയാം. അജ്ഞനൊരിക്കലും പറയത്തില്ലല്ലോ ദ്വൈതമിവ എന്ന്. അവൻ പറയും ദ്വൈതം എന്നേ പറയും. നേരെ വിപരീത സുഷുപ്തിയിൽ അവിടെ എന്ത് ചെയ്യുന്നു? ദ്വൈതത്തെ നിഷേധിക്കുന്നു. സജ്ഞാഭാവം.
വിശേഷ വിജ്ഞാനമൊന്നുമില്ല. അത് ഇതിന്റെ സ്വരൂപം. ഇതിന്റെ പരമാർത്ഥ സ്വരൂപം അതാണ്. അവിടെ സംജ്ഞാഭാവമാണ്. മറിച്ച് അത് കേവല സംജ്ഞയാണ്, ജ്ഞാനസ്വരൂപമാണ്. ഈ രണ്ടു തരത്തിലൂടെ വിശദീകരിക്കുന്നു. അടുത്തു വരുന്ന മധുബ്രാഹ്മണമാണ്. ഇയം പൃഥിവീ സർവേഷാം ഭൂതാനാം മധു അസ്യൈ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു യശ്ചായം അസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷോ യശ്ചായം അധ്യാത്മം ശാരീരഃ തേജോമയോ അമൃതമയ പുരുഷോ അയമൈവ സോയമാത്മാ ഇദമമൃതം ഇദം ബ്രഹ്മ ഇദം സർവം ഇമാ ആപഃ സർവേഷാം ഭൂതാനാം മധു ആസാം ആപാം സർവാണി ഭൂതാനി മധു യച്ഛായം ആസ്വപ്സു തേജോമയോ അമൃതമയ പുരുഷോ യച്ഛായമധ്യാത്മം ചേതസ തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സോയമാത്മാ ഇദമമൃതമിദം ബ്രഹ്മേദം സർവം അയമഗ്നി സർവേഷാം ഭൂതാനാം മധു അസ്യാഗ്നി സർവാണി ഭൂതാനി മധു യശ്ചായമസ്മിന്നഗ്നോ തേജോമയോ അമൃതമയ പുരുഷോ യശ്ചായമധ്യാത്മം വാങ്മയസ്തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സയോ അയമാത്മാ ഇദമമൃതമിദം ബ്രഹ്മേദം സർവം അയം വായു സർവേഷാം ഭൂതാനാം മധു അസ്യ വായോ സർവാണി ഭൂതാനി മധു യശ്ചായമസ്മിൻ വായോ തേജോമയോ അമൃതമയ പുരുഷോ യശ്ചായമധ്യാത്മം പ്രാണസ്തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സയോയമാത്മാ ഇദമമൃതമിദം ബ്രഹ്മേദം സർവം അയമാദിത്യഃ സർവേഷാം ഭൂതാനാം മധു അസ്യാദിത്യസ്യ സർവാണി ഭൂതാനി മധു യശ്ചായമസ്മിന്നാദിത്യേ തേജോമയോ അമൃതമയ പുരുഷോ യശ്ചായമധ്യാത്മം ചാക്ഷുഷസ്തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സോയമാത്മാ ഇദം അമൃതമിദം ബ്രഹ്മേദം സർവം ഇമാദിശ സർവേഷാം ഭൂതാനാം മധു ആസാം ദിശാം സർവാണി ഭൂതാനി മധു യശ്ചായമാസുദിക്ഷു തേജോമയോ അമൃതമയ പുരുഷോ യശ്ചായമധ്യാത്മശ്രോത്രപ്രാദിഷു കത്തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സയോയം ആത്മാ ഇദമമൃതമിദം ബ്രഹ്മേദം സർവം അയം ചന്ദ്രഃ സർവേഷാം ഭൂതാനാം മധു അസ്യ ചന്ദ്രസ്യ സർവാണി ഭൂതാനി മധു യശ്ചായമസ്മിൻ ചന്ദ്രേ തേജോമയോ അമൃതമയ പുരുഷോ യശ്ചായമധ്യാത്മം മാനസസ്തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സോയമാത്മാ ഇദമമൃതമിദം ബ്രഹ്മേദം സർവം ഇയം വിദ്യ സർവേഷാം ഭൂതാനാം മധു അസ്യൈ വിദ്യതഃ സർവാണി ഭൂതാനി മധു യശ്ചായമസ്യാം വിദ്യതി തേജോമയോ അമൃതമയ പുരുഷോ യശ്ചായമധ്യാത്മം തേജസസ്തേജോമയോ അമൃതമയ പുരുഷോ
അയമേവ സോയം ആത്മാ ഇദം അമൃതം ഇദം ബ്രഹ്മേദം സർവം അയം സ്തനയിത്നുഃ സർവേഷാം ഭൂതാനാം മധു അസ്യ സ്തനയിത്നുഃ സർവാണി ഭൂതാനി മധു യസ്ഥായം അസ്മിൻ സ്തനയിത്നു തേജോമയോ അമൃതമയ പുരുഷോ യസ്ഥായമധ്യാത്മശബ്ദഃ സൗവരഃ തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സയോയമാത്മാ ഇദമൃതമിദം ബ്രഹ്മേദം സർവം അയം ആകാശഃ സർവേഷാം ഭൂതാനാം മധു അസ്യാകാശസ്യ സർവാണി ഭൂതാനി മധു യസ്ഥായമസ്മിൻ ആകാശേ തേജോമയോ അമൃതമയ പുരുഷോ യസ്ഥായമധ്യാത്മം ഹൃദ്യാകാശസ്തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സയോയമാത്മാ ഇദമൃതമിദം ബ്രഹ്മേദം സർവം അയം ധർമ്മഃ സർവേഷാം ഭൂതാനാം മധു അസ്യ ധർമ്മസ്യ സർവാണി ഭൂതാനി മധു യസ്ഥായമസ്മിൻ ധർമ്മേ തേജോമയോ അമൃതമയ പുരുഷോ യസ്ഥായമധ്യാത്മം ധർമ്മസ്തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സോയമാത്മേദമൃതമിദം ബ്രഹ്മേദം സർവം ഇദം സത്യം സർവേഷാം ഭൂതാനാം മധു അസ്യ സത്യസ്യ സർവാണി ഭൂതാനി മധു യസ്ഥായമസ്മിൻ സത്യേ തേജോമയോ അമൃതമയ പുരുഷോ യസ്ഥായമധ്യാത്മസത്യസ്തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സോ അയമാത്മേദമൃതമിദം ബ്രഹ്മേദം സർവം ഇദം മാനുഷം സർവേഷാം ഭൂതാനാം മധു അസ്യ മാനുഷസ്യ സർവാണി ഭൂതാനി മധു യസ്ഥായമസ്മിൻ മാനുഷേ തേജോമയോ അമൃതമയ പുരുഷോ യസ്ഥായമധ്യാത്മം മാനുഷസ്തേജോമയ അമൃത പുരുഷോ അയമേവ സയോയം ആത്മേദമൃതമിദം ബ്രഹ്മേദം സർവം അയമാത്മാ സർവേഷാം ഭൂതാനാം മധു അസ്യാത്മനഃ സർവാണി ഭൂതാനി മധു യസ്ഥായമസ്മിൻ ആത്മനി തേജോമയോ അമൃതമയ പുരുഷോ യസ്ഥായമാത്മാ തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സയോയമാത്മേദമൃതമിദം ബ്രഹ്മേദം സർവം സവായമാത്മാ സർവേഷാം ഭൂതാനാം അധിപതിഃ സർവേഷാം ഭൂതാനാം രാജാ തദ്യഥാ രഥനാഭൂജ രഥനേഭൂച ആരാഹ സർവേ സമർപ്പിതാ യേമേവ അസ്മിന്നാത്മനി സർവാണി ഭൂതാനി സർവേ ദേവാ സർവേ ലോകാ സർവേ പ്രാണാ സർവേ ഏതേ ആത്മാനഃ സമർപ്പിതാഃ ശാന്തി ശാന്തി ശാന്തി